സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെ ഹൈഡൽ ടൂറിസം സെന്ററുകളെ നിശ്ചലമാക്കി ജീവനക്കാർ സമരത്തിൽ. മാട്ടുപ്പെട്ടി, കുണ്ടള, എക്കോ പോയിന്റ് തുടങ്ങിയ ഹൈഡൽ ടൂറിസം സെന്ററുകളിലും ചെങ്കുളം, ഇടുക്കി തുടങ്ങിയ പാർക്കുകളിലെ ജീവനക്കാരുമാണ് പണിമുടക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക, തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ഹൈഡൽ ടൂറിസം സെന്ററുകളിലെ പ്രവർത്തനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ 9 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അനിശ്ചിതകാല സമരം ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു. அவர்களுக்கு தேவையான வசதி வாய்ப்புகள் இன்னைக்கு பார்க்கில் செய்து கொடுக்கணும், போட்டிங் வசதி செய்து கொடுக்க வேண்டும். இன்னைக்கு நூறுக்கணக்கான ஆளுகள் இன்னைக்கு டைடல் டூரிசத்தின் கீழே வேலை செய்யக்கூடிய ஒரு சூழ்நிலை உருவாகியிருக்கு. அப்படி வேலை செய்யக்கூடியவர்கள் இன்னைக்கு 20 வருடம் 23 வருடங்களாக வேலை செய்யக்கூடியவர்களுக்கு தற்போதும் இன்னைக்கு அவர்களை தற்காலிக ஊழியர்களாக பார்க்கக்கூடிய ஒரு சூழ்நிலை. ജീവനക്കാർ സമരം ആരംഭിച്ചതോടെ മൂന്നാറിലെത്തുന്ന നൂറുകണക്കിന് സഞ്ചാരികളാണ് പ്രതിസന്ധിയിലായത്. അവധി ദിവസമായതിനാൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ എത്തിയിരുന്നു. എന്നാൽ ജീവനക്കാർ സമരത്തിലാണെന്ന് കണ്ട് പലരും നിരാശരായി മടങ്ങുകയായിരുന്നു. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതിനാൽ രാജമലയിലും സന്ദർശകർക്ക് പ്രവേശനമില്ല. ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ സമരം ആരംഭിച്ചതോടെ മൂന്നാറിലെ ടൂറിസം ഏറെക്കുറെ സ്തംഭിച്ച അവസ്ഥയിലാണ്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.